ഹലോ ഗൈസ്, ഇറ്റ്സ് മീ കൃഷ്ണ രോഹിത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. ഒരുപാട് പേര് നമ്മുടെ ഷോർട്സ് കണ്ടിട്ട് നമുക്ക് കമൻസ് ഇടുന്നുണ്ട് എവിടെയാണ് നമ്മുടെ നാടെന്ന്. നമ്മുടെ നാട് കൊല്ലം കടയ്ക്കലാണ്. കടയ്ക്കലെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് കടയ്ക്കൽ ദേവീക്ഷേത്രമാണല്ലേ. കടയ്ക്കൽ ദേവീക്ഷേത്രം ശരിക്കും സ്ഥിതി ചെയ്യുന്നത് ആൽത്തറമൂട് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആൽത്തറമൂട് സംസ്കൃതി സംഘടിപ്പിച്ച ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്കാണ്. കടയ്ക്കൽ ദേവീക്ഷേത്ര ചിറയിലെ ഓപ്പൺ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. നമ്മൾ പ്രദേശവാസികൾക്ക് ഒന്നിച്ചുകൂടാനായിട്ട് ആൽത്തറമൂടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന ഈ ഒരു പ്രയത്നം ശരിക്കും കയ്യടി അർഹിക്കുന്നതാണ്. തികച്ചും മാതൃകാപരമായിട്ടുള്ള ഇത്തരം പ്രവൃത്തികൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എല്ലാ പ്രായക്കാരും അത് ആസ്വദിക്കുമ്പോഴാണ്. ഈ ഒരു നാടും ഇവിടുത്തെ ചെറുപ്പക്കാരും നൽകുന്ന സംഭാവനകൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ജൂലൈ 11, 12, 13 തീയതികളിലായിട്ടാണ് ഈ ഒരു സിനിമാ പ്രദർശനം നടന്നിരുന്നത്. ഗോഡ് ഫാദർ, ജയ്ഭീം, യോധ എന്നീ സിനിമകളാണ് ഈ 3 ദിവസങ്ങളിലായിട്ട് പ്രദർശിപ്പിച്ചിരുന്നത്. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികൂല കാലാവസ്ഥ ആയിരുന്നിട്ട് പോലും എല്ലാവരുടെയും ആ ഒരു സപ്പോർട്ട് ശരിക്കും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ എത്തിയ മഴ ഒരു വെല്ലുവിളിയായി അല്പനേരം നമുക്ക് ഈ പ്രദർശനം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നെങ്കിലും പുനർസജ്ജീകരണങ്ങൾ ഒരുക്കി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള നിരവധി പ്രോഗ്രാമുകൾ ഇതിനു മുൻപും വിജയകരമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടു പരിചിതമായ സിനിമകളാണെങ്കിലും എല്ലാവരും ഒന്നിച്ചുകൂടിയുള്ള ഈ ഒരു മൊമെൻറ്റ് ശരിക്കും എൻജോയ് ചെയ്യുന്നതായിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ സിദ്ദിഖ് ലാൽ ടീമിൻ്റെ ഗോഡ് ഫാദറാണ് ആദ്യ ദിവസം പ്രദർശിപ്പിച്ചിരുന്നത്. നമ്മുടെ അമ്പലച്ചിറ നവീകരണത്തിന് ശേഷം ഓപ്പൺ സ്റ്റേജിൽ ഇതുപോലുള്ള ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ ഓപ്പൺ ജിമ്മും നടപ്പാതയും നമ്മൾ പ്രദേശവാസികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ നാട്ടുകാരെല്ലാവരും ഒന്നിച്ചു കൂടാറുള്ളത് ഓണം, അതല്ലെങ്കിൽ നാട്ടിലെ ഉത്സവം, അങ്ങനെയുള്ള പരിപാടികൾക്കായിരിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പരിപാടികൾ എല്ലാ നാട്ടിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരിക്കും ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.